സഹോദരീ സഹോദരന്മാരെ, ശ്രീമദ് ശുഭകാനന്ദ സ്വാമികളും ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളും ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആമുഖമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ധാരാളം ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ടാണ് അവരാലാകാവുന്നതിൻ്റെ പരമാവധി ചുരുക്കി സംസാരിച്ചത് എന്നതും നമ്മളെല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. ഈ ശിവഗിരി തീർത്ഥാടനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശിവഗിരി മഠം ഭാരവാഹികളെ ആദ്യമായും ഹാർദമായി അഭിനന്ദിക്കട്ടെ. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ജാതി ചിന്ത വെടിഞ്ഞ് മാനവികതയിലൂന്നിയ ഐക്യബോധം ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീനാരായണ ഗുരു അനുവാദം നൽകിയത്. അത് ആഡംബരത്തിൻ്റെയും ധാരാളിത്തത്തിൻ്റെയും പ്രകടനമാകരുതെന്നും ലാളിത്യത്തിൻ്റെയും സഹനത്തിൻ്റെയും വിളംബരമായിരിക്കണമെന്നും ഗുരു നിർദ്ദേശിക്കുകയുണ്ടായി. ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ഈ സന്ദർഭം ചരിത്രത്തിലിടം പിടിച്ച മറ്റു ചില സംഭവങ്ങളുടെയും ശതാബ്ദി ആചരണ വേളയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം ശ്രീനാരായണ ഗുരുവിൻ്റെ സതീർത്ഥ്യൻ കൂടിയായ ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദിയാണ്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനാചാരങ്ങളാണെന്നും കാലഹരണപ്പെട്ടതാണെന്നും തിരിച്ചറിഞ്ഞ ജ്ഞാനയോഗികളും കർമ്മയോഗികളുമായിരുന്നു അവർ. നിലവിലിരിക്കുന്ന ആചാരങ്ങൾ അനാചാരങ്ങളാണെന്ന് തിരിച്ചറിയുകയും അവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത യോഗിവര്യരായിരുന്നു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും. ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് കേരളത്തെ മാറ്റിപ്പണിതത്? ഒരു കാലത്ത് എല്ലാ സാമൂഹിക നിയമങ്ങളും നീതിപ്രമാണങ്ങളും ബ്രാഹ്മണാധിപത്യം അരക്കെട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നിടം വരെ, അതിനായി കൽപ്പിക്കുന്നിടത്ത് വരെ ഇത് എത്തിയിരുന്നു. എങ്ങനെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊണ്ട് മലീമസമായ അയിത്തവ്യവസ്ഥ ശക്തിപ്പെട്ട് അയിത്തവ്യവസ്ഥ സവർണർക്കും അവർണർക്കുമിടയിൽ ഒരുപോലെ നിലനിന്നുവെന്നതും കാണേണ്ടതായിട്ടുണ്ട്. ബ്രാഹ്മണനിൽ നിന്ന് 35 അടി അകലിയെ ഈഴവൻ നിൽക്കാവും. എന്നാൽ അവിടെ അത് അവസാനിക്കുന്നില്ല. ഈഴവനിൽ നിന്ന് 30 അടി അകലിയെ പുലയൻ നിൽക്കാവും. ബ്രാഹ്മണന് ഈഴവനോടയിത്തം, ഈഴവന് പുലിയനോടയിത്തം. സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ സാമൂഹികമായി അകറ്റി നിർത്തുക മാത്രമല്ല അന്ന് ചെയ്തത്.
സാമ്പത്തികമായി ചൂഷണം ചെയ്തുകൊണ്ടുവരുന്നു. അവർണർ മണ്ണിൽ അധ്വാനിക്കണം, എന്നാൽ അധ്വാന ഫലം ഭൂവുടമകളായ സവർണർക്ക് അവകാശപ്പെട്ടതാണ്. അതിനും പുറമെ ലോകത്ത് ഒരിടത്തും ഏറ്റവും ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള നികുതികൾ അവർണർക്കുമേൽ ചുമത്തിയിരുന്നു. ഒരുപാട് അനാചാരങ്ങൾ സമൂഹത്തെ ആകെ ഗ്രസിച്ചിരുന്നു. മണ്ണാപ്പേടി, പുലപ്പേടി, മുണ്ടുകൊട, തിരണ്ട് കല്യാണം, പുലകുളി, അങ്ങനെ പലതും. ജീർണിച്ച ആചാരങ്ങളും അന്യായമായ നികുതി ഭാരങ്ങളും അയിത്തവും ഭൂപ്രമാണിമാരുടെ ഭീഷണികളും ഒക്കെയായി മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ജീവിതം ദുസ്സഹമായ അവസ്ഥ. മനുഷ്യത്വം പാടെ അസ്തമിച്ച ഒരു ചരിത്രഘട്ടത്തിൽ എല്ലാം മനുഷ്യവിരുദ്ധമായ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന മാനവികതയുടെ വിസ്മയ പ്രതിഭാസമാണ് ശ്രീനാരായണ ഗുരു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന നിലയിൽ വലിയ വിഭാഗം ജനങ്ങളെ ഇരുട്ടിൽ ആഴ്ത്തിവെച്ച കാലം. ആ കാലത്ത് ഗുരു എന്താണ് ചെയ്തത്? സമൂഹത്തെയും ജീവിതത്തെയും മനുഷ്യത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. ആ പ്രക്രിയയിലാണ് ഈ കേരളം മനുഷ്യർക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഇടമായി മാറിയത്. ഗുരുവിൻ്റെ ആ ഇടപെടൽ സമൂഹത്തിലാകെ ചലനങ്ങളുണ്ടാക്കി. സന്ദേശം കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും ഗുരു വഴികാട്ടി. ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ കേരള ചരിത്രത്തിലെ മഹൽ സംഭവമായി. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അതിനെക്കുറിച്ച് കൃത്യമായി ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ജാതി വ്യവസ്ഥയുടെ ഘടനയ്ക്ക് കനത്ത ആഘാതമേൽപ്പിക്കുന്ന സാമൂഹിക നടപടിയായി. ജാതി വ്യവസ്ഥയുടെ പല്ലും നഖവും കൊഴിച്ച പിൽക്കാലത്തെ കാർഷിക ബന്ധ ഭൂപരിഷ്കരണ നടപടികൾ ഭരണരംഗത്തുണ്ടായതിൽ പോലും അതിൻ്റെ സ്വാധീനം കാണാം. അയിത്ത നിരോധന പ്രസ്ഥാനത്തിൻ്റെയും പൗരസമത്വ ബോധത്തിൻ്റെയും വൈക്കം, ഗുരുവായൂർ, പാലിയം സത്യാഗ്രഹങ്ങളുടെയുമെല്ലാം ഊർജകണങ്ങൾ ആ പ്രതിഷ്ഠാ നടപടിയിലുണ്ടെന്ന് സാമൂഹ്യ ചരിത്രം പഠിക്കുന്നവർക്ക് കാണാൻ വിഷമമില്ല. വലിയൊരു സാമൂഹ്യ നവോത്ഥാന പോരാട്ട പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായിരുന്നു അത്. അതുകൊണ്ടാണ് വി.ടി. ഭട്ടതിരിപ്പാട് ഗുരുവിൻ്റെ ജീവിതാനുഭവങ്ങൾ ഓരോ കേരളീയ കുടുംബത്തിലെയും കടാവിളക്കായി പ്രശോഭിക്കണമെന്ന് പിന്നീട് രേഖപ്പെടുത്തി വെച്ചത്. മറ്റു പലതിൻ്റെയും ശതാബ്ദി വേളയാണിത് എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികവും നമ്മൾ ആചരിക്കാൻ പോവുകയാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് സർവമത സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്ന പ്രഖ്യാപനം മതാന്ധതയാൽ നരഹത്യ നടത്തുന്ന മൂഢന്മാർക്കുള്ള ഉണർത്തുപാട്ടാണ്. പല മതസാരവുമേകം എന്ന ഗുരുസൂക്തം തുറന്ന ചർച്ചയിലൂടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ജാതി വിവേചനം അടിച്ചേൽപ്പിച്ച സഞ്ചാരവിലക്കിനെതിരെ നടന്ന ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ
ശതാബ്ദി ആഘോഷം നടക്കുന്നതും ഇക്കാലത്താണ് എന്നത് വളരെ പ്രസക്തമാണ്. ക്ഷേത്രപ്രവേശനത്തിനും ആരാധനയ്ക്കും വേണ്ടിയല്ല, ക്ഷേത്രമതിലിന് ചുറ്റുമുള്ള പൊതുവഴികളിൽ കൂടി ജാതി മതഭേദമന്യേ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹം. സമരം സന്യാസിമാരുടെ മാർഗമല്ലാത്തതിനാലാണ് ഗുരു അതിൽ നേരിട്ട് പങ്കെടുക്കാതിരുന്നത്. എന്നാൽ ശിഷ്യനായ സ്വാമി സത്യവ്രതനെ സമരകാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് ചുമതലപ്പെടുത്തുകയും സത്യാഗ്രഹ നിധിയിലേക്ക് 1000 രൂപ സംഭാവന ചെയ്യുകയും ശിവഗിരി ആശ്രമത്തിൽ ധനശേഖരണത്തിനായി ഒരു കലശം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് ഓർമ്മിക്കണം. ഗുരു അക്കാലത്ത് വൈക്കത്ത് എത്തുക പോലും ചെയ്തു. അതിൽ നിന്നും ഗുരുവിൻ്റെ മനസ്സ് എന്തായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്നത്തെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഭക്തിയായാലും വിഭക്തിയായാലും അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ടെന്നതും സമൂഹത്തെ സംബന്ധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അതിന് രാഷ്ട്രീയ പരിഹാരമാണ് പ്രായോഗികമെന്നതും വൈക്കം സത്യാഗ്രഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരുന്ന തീണ്ടൽ പലക സമരത്തിൻ്റെ ഫലമായി എടുത്തു മാറ്റേണ്ടതായി വന്നുവെന്നത് ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു. ശ്രീനാരായണ ശിഷ്യനും SNDP യോഗത്തിൻ്റെ പ്രഥമ കാര്യദർശിയുമായിരുന്ന മഹാകവി കുമാരനാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതി പ്രസിദ്ധീകൃതമായതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളും ഇതേ ഘട്ടത്തിൽ നടക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഗുരുസൂക്തം ഉൾക്കൊണ്ടിട്ടാണ് കവി ആ കൃതി എഴുതിയത്. ഗുരുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നുവെന്ന് പറയുകയും എന്നാൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില പ്രമാണിമാരുടെ പ്രവർത്തനത്തിൽ ഗുരുവും കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും അങ്ങേയറ്റം നീരസം പ്രകടിപ്പിച്ചിരുന്നു. ഊരൂട്ടമ്പലത്തിലെ വിദ്യാലയത്തിൽ പുലിയ സമുദായത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നിഷേധിച്ച സവർണ പ്രമാണിമാരുടെ കൂട്ടത്തിൽ ചില ഈഴവരും ഉണ്ടെന്നറിഞ്ഞ അയ്യങ്കാളി അരുവിപ്പുറത്ത് ചെന്ന് ഗുരുവിനെ കണ്ട് സഹായം തേടുകയുണ്ടായി. ഗുരു SNDP നേതാക്കളെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയും പുലിയ സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാലയ പ്രവേശനത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിൻ്റെ തുടർച്ച എന്നോണമാണ് 1916 ജാതിയില്ലാ വിളംബരം ഗുരു പ്രസിദ്ധം ചെയ്തത്. ഈ വിളംബരത്തിൻ്റെ മാറ്റൊലിയാണ് കുമാരനാശാൻ്റെ കവിതയിലുള്ളത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന ബുദ്ധഭിക്ഷുവിൻ്റെ വചനം ഗുരുദേവൻ്റെ ജാതിയില്ലാ വിളംബരത്തിൻ്റെ പ്രതിധ്വനി തന്നെയാണ്. മഹാകവി കുമാരനാശാൻ്റെ ചരമശതാബ്ദി ആചരിക്കുന്ന സന്ദർഭവുമാണിത്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള താതാത്മ്യത്തിൻ്റെ പ്രതിഫലനമാണ് കവിയുടെ ഓരോ കവിതയിലും നിഴലിക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും. വൈക്കം സത്യാഗ്രഹം കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനുള്ള ബഹുജന ജാഥ സംഘടിപ്പിക്കാം എന്നതായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി സവർണരെ മാറ്റിയെടുക്കുന്നതിനും അവരുടെ മനസ്സിലിരിപ്പ് എന്തെന്നറിയുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു
മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വം നടന്ന സവർണ ജാഥ. സവർണ പ്രമാണിമാരും പൗരോഹിത്യവും പറയുന്നതല്ല യാഥാർത്ഥ്യമെന്നും സവർണരിലെ ഭൂരിപക്ഷവും അവർണരുടെ അവകാശങ്ങൾക്ക് അനുകൂലമാണെന്നും അധികാരികളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സവർണ ജാഥയ്ക്ക് കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ബഹുജന ജാഥ സംഘടിപ്പിക്കുന്നത് കേരളത്തിലാണ്. പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് AK ജിയുടെ നേതൃത്വത്തിലും ഉപ്പ് സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലും നടത്തിയിട്ടുള്ള ബഹുജന ജാഥകൾ വൈക്കം സമരജാഥയുടെ വിജയാനുഭവത്തിൽ നിന്നുമുണ്ടായതാണ്. യാഥാർത്ഥ്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുമ്പോൾ അക്കാര്യം ജനങ്ങളെ അറിയിക്കാനും അവരുടെ പിന്തുണ തേടാനും ബഹുജന ജാഥകൾക്ക് കഴിയുമെന്നതാണ് ചരിത്രം നൽകുന്ന പാഠം. അതിൻ്റെ മറ്റൊരു രൂപമാണ് ശിവഗിരി തീർത്ഥാടനം. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിക്കും 7-8 മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം കോട്ടയം സന്ദർശിക്കുമ്പോഴാണ് ശിവഗിരി തീർത്ഥാടനമെന്ന ആശയം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചിലർ അവതരിപ്പിച്ചത്. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യനും TK കിട്ടൻ റൈറ്ററുമാണ് ഗുരുവുമായി ഇക്കാര്യം ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ ഫലമായിട്ടാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും രീതിശാസ്ത്രവും തീരുമാനിക്കപ്പെട്ടത്. യൂറോപ്യന്മാരുടെ പുതുവർഷ ദിനമായ ജനുവരി 1 നല്ല ദിവസമാണെന്നും മലയാള പഞ്ചാംഗമനുസരിച്ച് ധനുമാസം 16 17 ആയിരിക്കുമെന്നും ഗുരു കണക്കുകൂട്ടി പറയുകയും മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്തു. തീർത്ഥാടനത്തിന് പോകുന്നവർ 10 ദിവസത്തെ വ്രതമെടുക്കണമെന്നും ശ്രീ ബുദ്ധദർശനമനുസരിച്ചുള്ള പഞ്ചശുദ്ധി പാലിക്കണമെന്നും ഗുരു നിർദ്ദേശിച്ചു. ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി എന്നിവയാണ് ബുദ്ധദർശനത്തിലെ പഞ്ചശുദ്ധികൾ. തീർത്ഥാടകർ മഞ്ഞമുണ്ട് ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും പീതാംബരധാരികളായിരുന്നു. വെള്ളവസ്ത്രം ഗൃഹസ്ഥാശ്രമികൾക്കും കാഷായം സന്യാസിമാർക്കും കറുത്ത തുണി ശബരിമലക്കാർക്കും എന്നതുപോലെ മഞ്ഞ വസ്ത്രം ശിവഗിരി തീർത്ഥാടകർക്കും സ്വീകരിക്കാം എന്നാണ് ഗുരു പറഞ്ഞത്. മഞ്ഞപ്പട്ടല്ല ധരിക്കേണ്ടതെന്നും വെള്ളമുണ്ടിൽ മഞ്ഞൾപ്പൊടി കലക്കി മുക്കി ഉണക്കിയെടുത്താൽ മതിയെന്നും തീർത്ഥാടനം കഴിഞ്ഞ് അലക്കിയെടുത്താൽ പഴയ വെണ്മ തിരിച്ചു കിട്ടുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കാവി വേണ്ട എന്ന് നിശ്ചയിച്ചതും മഞ്ഞ വസ്ത്രമെന്ന് പറയുമ്പോൾ മഞ്ഞപ്പട്ടെന്ന് വിചാരിക്കരുതെന്നും നിഷ്കർഷിച്ചതും പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെ സന്ദേശം മനസ്സിലാക്കുകയും വേണം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം നൽകിയ ഗുരു ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കാവി എന്നതുകൊണ്ട് തന്നെയാണ് അത് നിരാകരിച്ചത്. പട്ടുവേണ്ട എന്ന് പറഞ്ഞതിലൂടെ ആർഭാടത്തെയാണ് നിരാകരിച്ചത്. ഗുരു നിരാകരിച്ചവയെ തിരിച്ചു കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിലെ സന്ദേശം മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ശിവഗിരി തീർത്ഥാടനം? ഗുരുവിന് ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ശ്രീബുദ്ധൻ്റെ അഷ്ടാംഗമാർഗം പോലെ 8 കാര്യങ്ങൾ ഗുരുവും നിർദ്ദേശിക്കുകയുണ്ടായി. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന,
കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം എന്നിങ്ങനെയുള്ള 8 കാര്യങ്ങളാണ് ഓരോ ശിവഗിരി തീർത്ഥാടകനും ലക്ഷ്യമായി കരുതേണ്ടത് എന്ന് ഗുരു പറയുമ്പോൾ അത് സ്വസമുദായത്തിൻ്റെ അഭിവൃദ്ധി മാത്രമല്ല, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനമാണ് ലക്ഷ്യമാക്കിയത് എന്ന് വ്യക്തമാണ്. അറിവ് നേടാനും സാമ്പത്തികമായി സ്വാശ്രയത്വത്തിൽ എത്താനുമാണ് ഗുരു ഉപദേശിച്ചത്. സാങ്കേതിക ജ്ഞാനമടക്കം നേടണമെന്ന് അന്നേ ഗുരു പറഞ്ഞു. എത്ര വലിയ ദീർഘദർശിത്വമാണ് അതിലുള്ളത്. ഈ ലക്ഷ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ലഘുപ്രസംഗങ്ങൾ ചെയ്യണമെന്നും ഗുരു പറയുകയുണ്ടായി. തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഈ ലക്ഷ്യം അറിയണമെന്നില്ല. അതുകൊണ്ടാണ് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ഇതെന്തിനു വേണ്ടിയെന്ന് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും മുൻകൂട്ടി പരിശീലിപ്പിച്ച ഒരു സംഘത്തെ നിയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ബുദ്ധസംഘത്തിൻ്റെ മാതൃകയിൽ ഒരു ധർമ്മസംഘം രൂപീകരിക്കാനും അതിലംഗങ്ങളായിട്ടുള്ളവർ ആശ്രമവാസികളായി കഴിയാതെ ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് അവരുടെ പ്രശ്നം മനസ്സിലാക്കി അവയ്ക്കുള്ള പ്രതിവിധി നിർദ്ദേശിക്കാൻ സന്നദ്ധരാകണമെന്നും ഗുരു ഉപദേശിച്ചു. ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് മാറുന്ന ജനജീവിതത്തിനനുസരിച്ച് ദർശനങ്ങളുടെ വ്യാഖ്യാനത്തിനും മാറ്റം വരുത്തണമെന്നുള്ള അറിവ് സന്യാസിമാർക്കുണ്ടാവുന്നത്. ആശ്രമത്തിലിരുന്ന് ഭജിക്കാനല്ല, ജനങ്ങൾക്കിടയിലിറങ്ങി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ഗുരു ഉപദേശിച്ചത്. ഇങ്ങനെ ജനജീവിതം മെച്ചപ്പെടുത്താൻ തത്വചിന്ത കൊണ്ടിടപെട്ട എത്ര സന്യാസി ശ്രേഷ്ഠർ നമുക്കുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ വേറിട്ട വ്യക്തിത്വം നമുക്ക് കൂടുതലായി മനസ്സിലാക്കാനാവുക. ജഗത്ത് മിഥ്യയാണ് എന്ന വാദത്തിൻ്റെ നേരെ എതിർദിശയിലാണ് ഈ ഗുരുവരൻ നിലകൊണ്ടത്. ജഗത്ത് സത്യമാണെന്നും ഈ ലോകജീവിതം നന്നാവേണ്ടതുണ്ട് എന്നുമാണ് ഗുരു പഠിപ്പിച്ചത്. ഒരു സവിശേഷ ചരിത്ര സന്ദർഭത്തിലാണ് ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടന ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മുടെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ അതിനിഷ്ഠുരമായി കൊല ചെയ്യപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു. മിസൈലുകളേറ്റ് തകർന്നടിയുന്ന കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം ആയിരങ്ങൾ മരിക്കുന്നു. എല്ലാവർക്കും അറിയാം, പാലസ്തീൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇസ്രയേലിൻ്റെ ഗാസയിലെ അതിക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് തന്നെ. യേശുക്രിസ്തുവിൻ്റെ ജന്മനാടായ ബത്ലഹേമിൽ ഇക്കുറി ക്രിസ്തുമസ് ആഘോഷങ്ങളുണ്ടായില്ല. നക്ഷത്രങ്ങളോ അലങ്കാര വിളക്കുകളോ കണ്ടില്ല. പുൽക്കൂട് വേണ്ടിടത്ത് തകർന്നടിഞ്ഞ വീടുകൾ, ഉണ്ണിയേശു കിടക്കേണ്ടിടത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര പുരണ്ട മൃതദേഹങ്ങൾ. അവർ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കും? പാലസ്തീൻ എന്ന് കേൾക്കുന്ന നിമിഷം മുസ്ലിം വിശ്വാസികളുടെ ചിത്രം മാത്രമാണ് പലരുടെയും മനസ്സിൽ തെളിയുക. എന്നാൽ ആ പാലസ്തീനിൽ, ഗാസയിൽ ക്രൈസ്തവരുമുണ്ട്, പള്ളികളുമുണ്ട്. ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ പിടഞ്ഞു വീണ് മരിക്കുന്നവർ, അവരിൽ ധാരാളം ക്രൈസ്തവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ളതല്ല, മനുഷ്യത്വത്തിനെതിരെയുള്ളതാണ് ഈ ആക്രമണം എന്ന് പറയുന്നത്. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മുങ്ങി മരിക്കുന്നുവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവിടുത്തെ പള്ളികളും ക്രൈസ്തവ സഭകളും ക്രിസ്തുമസ്
ആഘോഷങ്ങൾ റദ്ദാക്കി ജീവന് വേണ്ടിയുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിലിനിടയിൽ നിന്ന് എങ്ങനെ ക്രിസ്തുമസ് ആഘോഷിക്കും എന്നാണ് അവിടെ സഭ ചോദിക്കുന്നത്. അവർ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ പുൽക്കൂടാക്കി ഉണ്ണിയേശുവിൻ്റെ രൂപത്തെ അവിടെ കടത്തുന്നു. ആ നാടിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമാവാം ഇങ്ങനെ ഒരു ക്രിസ്മസ്, ആഘോഷമില്ലാത്ത ക്രിസ്മസ്. എന്തുകൊണ്ടാണ് ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇത്രയും കാര്യങ്ങൾ വിശദമാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടാകാം. അവരോട് പറയട്ടെ, ഗുരു സന്ദേശത്തിൻ്റെ തെളിച്ചം ആ മണ്ണിൽ, ആ മനസ്സുകളിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ഈ വിധം ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല. അത് ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഈ ഭാഗം വിശദമായി എടുത്തു പറഞ്ഞത്. ഗുരു സന്ദേശത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ലോകമാകെ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ആവർത്തിച്ച് ഉറപ്പിക്കുന്നത്. ജാതിമത വംശഭേദങ്ങളില്ലാത്ത മനുഷ്യ മനസ്സുകളുടെ ഒരുമ, അതാണ് ഗുരു ആഗ്രഹിച്ചത്. ഒരു ജാതിയെന്നും ഒരു മതമെന്നും പറഞ്ഞതിലൂടെ മനുഷ്യജാതിയെന്നും മനുഷ്യമതം എന്നുമാണ് ഗുരു ഉദ്ദേശിച്ചത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരു ചിന്തിച്ചത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി. മനുഷ്യന് ജാതി ഒന്നേയുള്ളൂ, അത് മനുഷ്യത്വമാണ്. ഇതായിരുന്നു ഗുരു സന്ദേശം. ഇതിൽ ജാതിസ്പർദ്ധക്കോ വംശവിദ്വേഷത്തിനോ ഇടമില്ല. മനുഷ്യരാകെ ഏകോദര സഹോദരങ്ങൾ. ഈ ചിന്ത മനസ്സിലുറപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തോട് ദേഷ്യം പുലർത്താൻ കഴിയുമോ? ഇസ്രയേലിനെ ഗാസാതിർത്തിയിലേക്ക് മിസൈൽ അയക്കാൻ കഴിയുമോ? ഇങ്ങനെ അതിനിഷ്ഠുരമാം വിധം ഒരു ജനതയെ ഭൂമുഖത്ത് നിന്നും, ഒരു നാടിനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാൻ ശ്രമിക്കാനാവുമോ? ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്നുണ്ടാകുന്ന സംഘർഷങ്ങളിൽ മിക്കതിനും അടിസ്ഥാനം രാഷ്ട്രീയമല്ല, വംശീയതയാണ്. വംശവിദ്വേഷത്തിൻ്റെ കലാപത്തിയാണ് പറന്ന് വ്യാപിക്കുന്നത്. ഈ വംശവിദ്വേഷം അവസാനിപ്പിക്കാനുള്ള ഒറ്റമൂലി ഗുരു സന്ദേശത്തിലുണ്ട്. നരനും നരനും തമ്മിൽ സാഹോദര്യമുദിക്കണം, അതിന് വിഘ്നമായുള്ള എല്ലാം ഇല്ലാതെയാകണം എന്ന ഗുരുതത്വം ലോകമെങ്ങും എത്തണം. കാലാതീതമായ പ്രസക്തിയുള്ളതാണ് ഗുരുവചനങ്ങൾ. ദേശാതീതമായി എല്ലാ ലോകത്തിനും എന്നും ആവശ്യമായി വരുന്നവയാണ് ഗുരുവിൻ്റെ മഹത്തായ മാനവിക സൂക്തങ്ങൾ. ഒരു കാലത്ത് ജാതിഭ്രാന്തിൻ്റെ ആലയമായിരുന്ന നമ്മുടെ കേരളത്തിൽ മാനവികതാബോധത്തിൻ്റെ വെളിച്ചം പടർത്തിയത് ആ ഗുരു സന്ദേശങ്ങളാണ്. ലോകത്ത് ഇന്ന് വംശവിദ്വേഷത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ സംഘർഷഭൂമികൾ പലതുമുണ്ട്. അവിടങ്ങളിൽ ഗുരു സന്ദേശം എത്തണം. അതുണ്ടാക്കുന്ന വിവേകമാവും വംശവിദ്വേഷങ്ങളിൽ നിന്ന് സഹോദര സ്നേഹത്തിലേക്ക് ഉയരാനുള്ള വഴി. ശിവഗിരി തീർത്ഥാടനം വിശ്വമാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള വിളംബര ജാഥയാണ്. ശിരസ് ഉന്നതമായിരിക്കാനും മനസ്സ് നിർഭയമായിരിക്കാനും രാജ്യം ജാതിയുടെയും മതത്തിൻ്റെയും വംശീയതയുടെയും പ്രാദേശികമായ സങ്കുചിത ഭിത്തികളാൽ വിഭജിക്കപ്പെടാതിരിക്കാനും ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങൾ ശരിയായി വ്യാഖ്യാനിച്ചാൽ സാധിക്കും. ഓരോ വർഷവും നടത്തിവരുന്ന തീർത്ഥാടനം ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനമാകട്ടെ, അതിന് കൂടുതൽ ഊർജം പകരുന്നതാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.